ചോദിക്കണൊന്നും കേൾക്കണില്ലേ? ഞാൻ നമ്മുടെ മോളിൽ നമുക്ക് എന്താ പറഞ്ഞാല്? അമ്മ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയേ. എന്താ നമ്മുടെ മനസ്സിലെന്ന് വിചാരിച്ചാൽ ഞങ്ങളോട് പറയേ. അതറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അമ്മേ ഇനിയിപ്പോ മക്കളെ അടുത്തൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് മരുമക്കൾ ഇവിടെ നിൽക്കുമല്ലേ, ഞങ്ങളടുത്ത് പറഞ്ഞൂടെ? അത് തന്നെ അമ്മേ, എനിക്കറിയാം ഇവരെക്കാട്ടിലൊക്കെ വിശ്വാസം എന്നെയാന്ന്. അതെടുക്കാൻ അമ്മ പറയാറില്ലേ? എന്നോട് പറഞ്ഞു. എന്താണ് ഈ പോലീസുകാർ പ്രതിയെ വളഞ്ഞെന്ന് ചോദ്യം ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യരുത്. ഞാൻ പറയൂല. അതെന്തിനാ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വാശി? എനിക്ക് അങ്ങനെ ഒരു വാശിയുണ്ട്. ആ വാശിയുടെ ആവശ്യമില്ല, അതാണ് ഈ പറയുന്നത്. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത് വാശി വേണോ വേണ്ടെന്ന്. ആഹാ, അത് അമ്മയുടെ സ്വത്തിനൊന്നും മക്കൾക്ക് അവകാശമില്ല. ഇതൊക്കെ സ്വത്തൊന്നും തന്നില്ലേ ഞാൻ ഇതുവരെ? അതുപോലെയാണോ? ഇതെന്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടേ? അങ്ങനെ ആഗ്രഹം കൊള്ളത്തില്ലല്ലോ. ഇത് ഞാനിപ്പോ പറയുന്നില്ല. അതെന്താ അമ്മയ്ക്ക് അങ്ങനെ ഒരു വാശി? അതെന്തിനു പറ്റി പറ. പറയുന്നില്ല. അമ്മ അത് പറയും ഞങ്ങളോട്. ഞാൻ പറയൂല എന്ന് പറഞ്ഞ് എനിക്ക് പറയാൻ മനസ്സില്ല. അമ്മ പറയണ്ട. അതിനകത്ത് എന്താണെങ്കിലും അതിന് പപ്പാതി ഞങ്ങൾക്ക് വേണം. ഞാൻ തന്നിട്ടുണ്ടോ നീയൊക്കെ എടുക്കാന്? ഞങ്ങൾ എടുക്കും. എടുക്കും എടുക്കും. നിന്റെ കൈ ഞാൻ പറ്റും. അമ്മ നോക്ക് നോക്ക് നോക്ക്, ഈ താക്കോൽ ഇപ്പൊ കളഞ്ഞു പോയി നമ്മുടെ കയ്യിൽ നിന്ന്. പോയി. ഇപ്പൊ ഇവിടെ പോയത് കൊണ്ട് അത് തിരിച്ചു കിട്ടി. ഇനി വല്ല അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടെ കടയിലേക്കൊക്കെ പോകുന്ന സമയത്താണ് ഇത് പോയതെങ്കിൽ എവിടുന്ന് കിട്ടും? അതൊക്കെ പോട്ടെ. അതല്ല അമ്മ, അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് റെഡിയാക്കി വെക്കണം. അതിനാണ് ചോദിക്കുന്നത്. വേണ്ട. അമ്മ അതിനകത്ത് വല്ല കാശുണ്ടോ? കാശുണ്ടെങ്കിൽ അത് മാറ്റണം അമ്മ. പൈസ അതിനകത്ത് അട്ടി അട്ടിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നിനും കൊള്ളൂല. അത് ബാങ്ക് കൊണ്ടുപോയിട്ട് പുതിയ നോട്ടാക്കി മാറ്റണം. ഇല്ലെങ്കിൽ കത്തിച്ച് കളയാനേ പറ്റൂ. അതൊക്കെ എനിക്കറിയാം എന്ത് വേണമെന്ന്. കത്തിച്ച് കളയുന്നെങ്കിൽ കത്തിച്ച് കളഞ്ഞാൽ എന്നാലും പറയുന്നില്ല. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വാശി എടുക്കണേ? അമ്മ ഒന്ന് എന്നെ നോക്കിക്കേ. എനിക്ക് ആരാ അമ്മയുള്ളത്? അമ്മ അല്ലാതെ ഇരിക്കുന്നത് ആര്? അവന് കെട്ടിയവനല്ലേ? ഇവനൊന്ന് ആലോചിച്ച് നോക്കി. അവൻ ഇനി എന്തിന്റെ കുറവുള്ളത്? അവനൊരു നല്ല ഗവൺമെന്റ് ജോലി ഉണ്ട്, വേണ്ട സ്വത്ത് മുതലുള്ള ഭാര്യയുമുണ്ട്, വീടുമായി, മക്കളും ഇല്ല. എന്നൊന്ന് ആലോചിച്ച് നോക്കേ. എനിക്കിത് എന്തെങ്കിലും ഉണ്ടോ? 10ാം ക്ലാസ് പഠിക്കുമ്പോ നല്ലപോലെ പഠിക്കണമെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്ന? നീ അന്ന് എന്തോ കാണിച്ചത്? പറയണി രാണ്ട നിൽക്കുന്ന എടുത്തോണ്ട് പോലെ പോയി ജോലി ഒപ്പിക്കാൻ. എന്നാലും അമ്മ പറയൂല. പറയൂല. നീ എന്തിനാണ് ഏത് സമയത്തും അമ്മയുടെ മുമ്പിൽ വന്നിട്ട് ഇല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? ഇല്ല പാട്ട് പാടണമെങ്കിൽ നിനക്ക് ഞാൻ എന്റെ അമ്മയോട് വെക്കുന്നത്. പറയുന്നില്ല. നിന്റെ അടുത്തല്ലേ പറഞ്ഞത് പറയൂലെന്ന്? ഈ അമ്മ എന്തിനാ നീ തൊട്ടയിൽ പിടിച്ച് ചൂടാവുന്നത്? അപ്പൊ അതിനകത്ത് എന്തുണ്ട്? അയ്യോ, ഒരു സോപ്പിടുകാരൻ പറയുന്നില്ല. പറയൂല. എന്താ ഇങ്ങനെ പറയൂല പറയൂല എന്ന് പറഞ്ഞു? എനിക്ക് പറയാൻ മനസ്സില്ല. ഇനി നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ പറയൂല പറയൂല പറയൂല. അല്ല അമ്മ, എന്തൊരു വാശികളിയത്? കള്ളമാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കനക, നീ ഉറപ്പിച്ചോ? ഇതെന്താന്ന് നിനക്ക് മനസ്സിലായോ? എടാ, അമ്മയുടെ സ്വർണ്ണപ്പെട്ടിയുടെ താക്കോലാടാ അത്. എടാ, നമ്മുടെ പണ്ടത്തെ സ്വർണ്ണമൊക്കെ നീ ഓർക്കുന്നുണ്ട്? നിനക്കൊരു എന്താണ് ഈ പവിഴമുത്തിന്റെ ഒരു മാല ഉണ്ടായില്ലേ ഇങ്ങനെ ഇവിടെ പൊക്കിള് വരെ കിടക്കണ? അതൊക്കെ എവിടെ പോയി? എന്റെ മാല, നിന്റെ മാല, അങ്ങനെ അച്ഛൻ കൊണ്ടുവന്ന കുറെ സ്വർണ്ണമൊക്കെ ഉണ്ടായില്ലേ? അതൊക്കെ വെച്ചു കൂട്ടിയേക്കണ പെട്ടിയുടെ താക്കോലാറ്റിയത്. അപ്പൊ അതായിരിക്കും നാത്തൂന്. എന്താന്നറിയാമോ, ഞാൻ ഇടയ്ക്ക് മുറിയുടെ അവിടെ ചെല്ലുമ്പോഴേ അമ്മ എന്നെ കണ്ട പാടെ കഥ കടച്ചു കളയും. അവിടെ കൊറേ നേരം കഴിഞ്ഞിട്ട് പുറത്തു വരുള്ളൂ. എന്നാ പിന്നെ നിനക്കിത് മുമ്പ് എന്നോട് പറയായിരുന്നില്ലേ? അല്ലേട്ടാ, ഞാൻ വിചാരിച്ച അമ്മ വല്ല ധ്യാനിക്കുമായിരിക്കും. എവിടെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ പൊതുവെ നിങ്ങളെ കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോ എനിക്കറിയാൻ പറ്റിയത് ഈ അമ്മയുടെ ആൾക്കാരൊക്കെ പഴയ രാജകുടുംബത്തിലേക്ക് അംഗമായിരുന്നു എന്നാ. ചിലപ്പോ അന്നത്തെ വല്ല വില കൂടിയ വല്ല സാധനമായിരിക്കും. അതുകൊണ്ട് ഒന്ന് പോക്ലിറ്റു ചേട്ടാ. രാജകുടുംബത്തിലെ ആൾക്കാരാണ് ഇത്. ഒരോഞ്ഞ മോനും കരിക്കട്ട പോലത്തെ മോളും. ഇനി അതിനെ കുറിച്ചൊന്നും പറയണ്ട. വലിയൊരു സുന്ദരിക്കോല. കനക, ആ സാധനം മേടിച്ചെടുക്കാനുള്ള വഴി നോക്ക് നീ. എന്ത് വഴി? വഴിയുണ്ട്. അമ്മയുടെ മനസ്സിലിരിക്കണ എന്താണെന്ന് നമുക്കറിയണം. ആ താക്കോൽ എന്തിന്റെയാണെന്ന് അറിയണം, അത്രല്ലേ ഉള്ളൂ. എന്റെ അറിവില് നല്ലൊരു ഡോക്ടറുണ്ട്, ഹിപ്നോട്ടൈസ് ചെയ്യാൻ മിടുക്കനാണ്. അമ്മയെ കൊണ്ട് അവിടെ കിടത്തി കൊടുത്ത അമ്മയുടെ ഉള്ളിൽ തത്ത പറയും പോലെ പറഞ്ഞോളൂ എന്താണ്. തള്ളു നിർത്താളിയാ. മണ്ടത്തരം പറയല്ലേ ക്ലീറ്റോ ചേട്ടാ. ഈ സമയത്ത് അമ്മ വിളിച്ചാ വരുമോ? ഹിപ്നോട്ടിസം എന്തെന്നാ നാത്തൂന് ഇത്? ചുമ്മാ അതൊന്നും എനിക്ക് എങ്ങനെ എടുക്കുന്നൊന്നും അറിയണ്ട. അത് അന്യാദിനെ പെട്ടു നീ. അതെങ്ങനെയും മേടിക്കാൻ നോക്ക്. ഏട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. അമ്മയെ ദേഷ്യം പിടിപ്പിച്ച ഒരു കാലത്തും അമ്മ അത് കാണിച്ചു തരില്ല. നമ്മൾ ചോദിച്ചോണ്ടിരുന്നതിന് അമ്മക്ക് തീരെ പറ്റിയിട്ടില്ല. ഞാൻ പോയി ചോദിച്ചാലോ? അങ്ങോട്ട് ചെന്നാ മതി. അതെ, അളിയങ്ങന്നെ ഇതിപ്പോ പാരമ്പര്യമായിട്ട് അമ്മയ്ക്ക് കിട്ടിയതാണെങ്കിൽ അറിയാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് അമ്മാവനെ വിളിച്ച് ചോദിക്കാം.
അല്ല അത് വേണ്ട അല്ല അത് വേണ്ട. എന്തേ അയാളെ വിളിച്ച് നീ ഇത് അറിഞ്ഞിട്ട് അതിന്റെ ഷെയർ അങ്ങേരും കൊണ്ട് കൊടുക്കേണ്ടി വരും. ഷെയർ കൊടുക്കല് പിന്നല്ലേ, ആദ്യം എന്താന്ന് അറിയാലോ. ഈറ്റോ ചേട്ടാ, ഇനി അഥവാ കൊടുത്താലും ഒരു കുഴപ്പമില്ല. പുള്ളിക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലല്ലോ. അതൊക്കെ നമുക്ക് തന്നെ ഉള്ളതല്ലേ. അഥവാ ചോദിച്ചാൽ തന്നെ ഒരു 1.5 പവന്റെ മാല അതിൽ നിന്ന് എടുത്ത് കൊടുത്തേക്കാം, അത്രയും പോലെ. ഒന്നും കൊടുക്കണ്ട, കൊടുക്കാന്ന് പറഞ്ഞ് വിളിക്കുക, കൊടുക്കാതിരുന്ന പോരെ. പറഞ്ഞത് ന്യായം ന്യായം. എന്നാ പിന്നെ അമ്മാവനെ വിളിക്കുന്നേന്ന് ഇനി നോക്കി നിക്ക. വിളിക്കണ്ടാ, വരാൻ പറഞ്ഞോട്. വിളിക്കല്ലേ? അളയാ ഒരു നിമിഷം വിളിക്കുന്നതിന് മുമ്പ് എനിക്ക് അളിയൻ്റെ അടുത്തൊരു കാര്യം. ഇനി ഇതെല്ലാം കാര്യം കഴിഞ്ഞു കഴിയുമ്പോ കാല് മാറരുത്, എല്ലാം നേരെ പപ്പാതി. വിളിച്ചോണ്ട് പൊടി. ഈ മാതിരി ചൊറിഞ്ഞ വർത്താനം ചൊറിഞ്ഞ വർത്താനൊന്നുമല്ല, അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിക്കൊല്ലുന്നതിന്. എന്നാ വിളിക്കണ്ട, അമ്മാനെ വിളിക്കണ്ട. ആർക്കും കിട്ടൂല കേട്ടാ. വിളിക്കണോ? വിളിക്കണ്ടേ? വിളിക്കാനല്ലേ നിന്നോട് പറയണത്. വിളിക്ക് അമ്മ കേക്കരുതെന്ന്. കേട്ടേ പറഞ്ഞു നടക്കൂല. അമ്മാവാ, അമ്മാവാ ഒന്ന് ഇതുവരെ വരണമല്ലോ.